ഇത് ഫിലിപ്സിൻ്റെ ഒരു ആൾ ഇൻ വൺ ട്രിമ്മറാണ്. 3000 സീരീസ് ആണ്. ഇത്രയും കാര്യങ്ങൾ 9 in 1 ആണ് ഇത്. അതായത് 9 അറ്റാച്ച്മെൻ്റ് ആണ് ഇതിനകത്ത് വരുന്നത്. ഇത് നമ്മളുടെ ഇപ്പോഴും ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അധികം കംപ്ലൈൻ്റ് ഒന്നും വരാത്ത ഒരു മോഡലാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സെൽഫ് ഷാർപ്പനിങ് ആണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. 60 minutes ആണ് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് പറയുന്നത്. 1 hour നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ 60 minutes ഇതിൻ്റെ ബാക്കപ്പ് കിട്ടും. ഇത് നമുക്ക് ഷേവ് ചെയ്യാൻ പറ്റും, ഹെയർ ട്രിം ചെയ്യാൻ പറ്റും, ബോഡിയിലെ ഹെയർ റിമൂവ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൽ പറയുന്നത്. ഇതിൽ MRP വന്നിട്ട് 2045 ആണ് MRP റേറ്റ് കിടക്കുന്നത്. പക്ഷേ ഇത് നമുക്ക് ആമസോണിൽ 1500 1600 താഴെയാണ് ഇപ്പോഴത്തെ ഓഫർ പ്രൈസ് കിടക്കുന്നത്. നമുക്കിതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഇതിനകത്തൊരു യൂസർ മാനുവൽ വരുന്നുണ്ട്. ഇതതിൻ്റെ വാറണ്ടി വൗച്ചർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇത് നമുക്ക് ഓൺലൈനിൽ തന്നെ നമുക്ക് ബില്ലും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇത് നമ്മൾ ഇട്ട് വയ്ക്കാൻ കരുതിയ ഒരു ഫിലിപ്സ് എന്നുള്ള ബ്രാൻഡിങ്ങോട് കൂടിയ ഒരു പൗച്ചാണ്. ഇത് അറ്റാച്ച്മെൻ്റ് ആണ്. ഇത് നമുക്ക് ഹൈറ്റ് 3 മുതൽ 7 വരെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. നമ്മുടെ ഈ ഒരു ഭാഗമാണ് മൂവ് ചെയ്യുന്നത്. ഇതനുസരിച്ച് ഇങ്ങനെ മേളിലോട്ട് പൊങ്ങുകയും താഴുകയും ചെയ്യുന്നതാണ്. ഇത് എന്തിനാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഇതിൽ മാർക്ക് ചെയ്തിട്ടില്ല. ചില ട്രിമ്മറിൽ എന്തിനുള്ള ആണെന്നുള്ള ബോഡി ആണെങ്കിൽ ബോഡി, ഹെയർ ആണെങ്കിൽ ഹെയർ, അങ്ങനെ ഇതിനകത്ത് കൊടുക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇതിലങ്ങനെ മെൻഷൻ ചെയ്തിട്ടില്ല. ഇതൊരു 2 mm ഒരു ബിറ്റാണ്. ഇതിൽ ABSൻ്റെ ലോഗോ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് 12 mm, ഇത് 9 mm, ഇത് 16 mm. ഇത് നോസ് ക്ലീൻ ചെയ്യുന്ന, നോസിലെ ഹെയർ റിമൂവ് ചെയ്യേണ്ട ഒരു അറ്റാച്ച്മെൻ്റ് ആണ്. ഇത് 1 mm ആണ്. ഇത് ബോഡിയിൽ യൂസ് ചെയ്യുന്നതാണ് 3 mm. ഇതിലവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ബോഡി 3 mm എന്ന്. വേറെ എല്ലാത്തിലും അതിൻ്റെ ജസ്റ്റ് അതിൻ്റെ റേറ്റ് മാത്രമാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. വേറെ ഒന്നിലും അങ്ങനെ കൊടുത്തിട്ടില്ല. പിന്നെ ഒരു ബ്രഷ് വരുന്നുണ്ട്. ചാർജർ പണ്ടത്തെ നമ്മളെ നോക്കിയയുടെ ചാർജർ പോലത്തെയാണ് വന്നിട്ടുള്ളത്. യുണീക്കായിട്ടുള്ള ഒരു സാധനം. ഇതിൻ്റെ വാട്ട്സ് റേറ്റ് 4.3 volt ആണ്. 70 mA ആണ് ഇതിൻ്റെ കപ്പാസിറ്റി പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് കണക്ട് ചെയ്തെന്നാലും പ്രശ്നമില്ല. കറക്റ്റ്
ആ ലോക്കിൽ തന്നെ മാത്രമേ നമുക്ക് ഇൻസർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് തിരിഞ്ഞു പോകുന്ന പേടിക്കുകയും വേണ്ട. പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരുന്ന ഒരു ടൈപ്പും അല്ല, നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. ഇതാണ് ആ ചാർജർ. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് ഈസി ആയിട്ട് കയ്യിൽ ഒതുങ്ങുന്ന, നമുക്കിങ്ങനെ പിടിക്കാൻ പറ്റുന്ന ഒരു നല്ല ഹാൻഡിൽ ചെയ്യാൻ ഈസി ആയിട്ട് സാധിക്കുന്ന ഒരു മോഡലാണ്. ഇതാണ് ചാർജ് ചെയ്യേണ്ടത്. 4.3 വോൾട്ട് 0.5 വാട്ട്സ് അതിൽ നമുക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട്. യൂസ് ഓൺലി ഓൺ ഫിലിപ്സ് അഡാപ്റ്റർ എന്ന് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് ഇതിൻ്റെ ക്ലീൻ ചെയ്യാൻ ജസ്റ്റ് ഇതൊന്ന് വരുത്തിയാൽ മതി. ഇതിൽ തന്നെ ഒരു മോട്ടറിൽ കുറച്ച് വാക്സ് പോലത്തെ ഒരു സാധനം പുരട്ടിയിട്ടുണ്ട്. ഇൻസേർട്ട് ചെയ്യാനും എളുപ്പമാണ്. ജസ്റ്റ് ഇങ്ങനെ വെച്ച് ഇത്രയും മതി. ഒരു വൈബ്രേഷൻ എല്ലാം കുറവാണ്, നമുക്ക് ഈസി ആയിട്ട് വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ്. നമുക്ക് ഇതിൻ്റെ കുറഞ്ഞതിലുള്ള പോലത്തെ ഭയങ്കര കൈ കിറന്ന് കറണ്ടടിക്കാൻ പോലത്തെ ഒരു ഫീലൊന്നുമില്ല. വളരെ ക്യൂട്ടായിട്ടുള്ളൊരു സാധനമാണ്. ഈ ഓഫർ റേറ്റിന് ഇത് വർത്തായിട്ടുള്ളൊരു സാധനമാണ്. ഇതിൽ നമ്മൾ അറ്റാച്ച് ചെയ്യാനും വളരെ ഈസിയാണ്. ജസ്റ്റ് ഇങ്ങനെ എടുക്കുക, ഇത്രയേ ഉള്ളൂ. ഏത് അറ്റാച്ച്മെൻ്റ് ആയിരുന്നാലും എനിക്ക് തോന്നുന്നു ഈ ഇതിൽ തന്നെ അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ളതായിരിക്കും ഹെയറിൽ കുറച്ചുകൂടെ യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നുന്നു. ഇതിൽ ഇപ്പോൾ 3, 4, 5 ഓക്കെ 3 ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ആയി കിട്ടും. പിന്നെ ഉള്ളത് 1 mm ഒരെണ്ണം കണ്ടായിരുന്നു. ആ 1 mm ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഹൈറ്റ് നല്ല കുറഞ്ഞു വരും. ഇത് നോസിലെ ഹെയർ റിമൂവ് ചെയ്യാൻ കരുതി അറ്റാച്ച് ചെയ്യേണ്ട അറ്റാച്ച്മെൻ്റ് ആണ്. ഇത് ഫിറ്റ് ചെയ്യേണ്ടത് അതായത് ജസ്റ്റ് ആ ഫ്രണ്ടിൽ നിന്നാണ് നമ്മൾ നല്ലോട്ട് ആക്കേണ്ടത്. അതിനുശേഷം ജസ്റ്റ് ഇൻസേർട്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. പിന്നെ അത് ഈസി ആയിട്ട് വർക്കാവും. അങ്ങനെയല്ല